കല്യാണം കഴിക്കാൻ പോകുന്നവരോടും കല്യാണം കഴിച്ച ഹസ്ബൻഡുമാരോട് പറയാനുള്ളത്, നിങ്ങൾ സ്നേഹിക്കുക. അതായത് നിങ്ങൾ കല്യാണം കഴിച്ച പെണ്ണിനെ പൊന്നു പോലെ നോക്കാം, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കാം. അത്രേ ഉള്ളൂ. പെൺകുട്ടിയെ നിങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ആ പെണ്ണിന് ഒരു 18 വയസ്സാവുന്നത് വരെ അവരോട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഈ വീട്ടിലെ പെണ്ണല്ല, നീ വേറൊരു വീട്ടിലെ കല്യാണം കഴിഞ്ഞ് കൊണ്ട പെണ്ണാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അതേ സ്ഥിതി ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത്, നീ ഈ വീട്ടിലെ പെണ്ണല്ല, നീ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ പെണ്ണിന്റെ വീട് എവിടെയാണ്? ശരിക്കും പെണ്ണിന്റെ വീട് എന്ന് പറയുന്നത് ഒരു ആണിന്റെ ഹൃദയത്തിലാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇന്ന് എല്ലാ നാട്ടിലും ഈ അവസ്ഥ തന്നെയാണ് പെണ്ണുങ്ങൾക്ക്. അതായത് വാപ്പയും ഉമ്മയും ഒന്നും നോക്കാതെയാണ് മക്കളെ കെട്ടിച്ചു വിടുന്നത്. അതായത് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചില രക്ഷിതാക്കൾ കെട്ടിച്ചു വിടുന്നത്. പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. ആ സ്ഥാനം കൊടുക്കാത്ത സ്ഥിതിയാണ് ഇനി ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പെണ്ണുങ്ങളെ, അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പെണ്ണുങ്ങളെയാണ് ഹസ്ബൻഡുമാർ തല്ലിച്ചതുക്കുന്നത്. ഇന്നിത് പബ്ലിക്കായിട്ട് ഇടണമെങ്കിൽ ആ പെണ്ണിൻ്റെ മുഖം നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ എത്ര പേര് ഇപ്പോൾ യാചന അനുഭവിക്കുന്നുണ്ട്, വേദന. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾക്ക് ഈ ലോകത്ത് ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള വസ്തുവാണ്. അത് പൊന്നല്ല, മരതകമല്ല, മാണിക്കക്കല്ലല്ല, അത് പെണ്ണാണ്. പെണ്ണ് മാത്രമാണ്. പെണ്ണിന് സ്ഥാനം ഏറ്റവും കൂടുതൽ ലോകത്ത് കൽപ്പിച്ച എല്ലാ മതസ്ഥരും പെണ്ണിനെയാണ് ഏറ്റവും കൂടുതൽ മുൻവാല്യൂ കൊടുക്കേണ്ടത്. ആ സ്ഥാനത്ത് ഏതെങ്കിലും രക്ഷിതാക്കൾ എന്താക്കുന്നത്? ഒന്നും നോക്കാതെ, അതായത് പെണ്ണിനെ കെട്ടിച്ചു വിടുന്നു. മാപ്പിളുടെ സ്വഭാവം, മാപ്പിള എങ്ങനെയാണോ, കള്ളുകുടിയാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബടക്ക് ചെയ്യുന്ന ആളാണോ എന്ന് നോക്കാതെ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ പിന്നീടുള്ള അവസ്ഥ ഇത് തന്നെയാണ്. ഒരുപാട് സൂയിസൈഡാണ് ഇപ്പോൾ കേരളത്തിൽ, അല്ലെങ്കിൽ പുറം നാട്ടിൽ, ദുബൈയിലും അവിടെല്ലാം ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇന്ന് പെണ്ണിൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതങ്ങനെ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പോകുന്നതിനെ കാട്ടി നല്ലത് ഏതെങ്കിലും സ്നേഹിച്ച ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ് രക്ഷിതാക്കൾക്ക്. എന്തുകൊണ്ട്? അത് പിന്നീട് അത് വല്ലാത്ത ദുഃഖത്തിലേക്ക് പോകുന്ന. ഒരു പെണ്ണിനെ നിങ്ങളൊരു ചെക്കനെ നോക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിക്കണം രക്ഷിതാക്കളോടാണ്. ജസ്റ്റ് ആ പെണ്ണിനോടൊന്ന് ചോദിക്കുക. അതായത് പെണ്ണെന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ പെണ്ണിന് നേരെ ഏതെങ്കിലും ഒരുത്തിനെ കെട്ടിവെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പെണ്ണിൻ്റെ ഇഷ്ടം കൂടി ഒന്ന് അറിയാൻ ശ്രമിക്കുക. പെണ്ണിനോട് ചോദിക്കുക, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് പറയുകയാണെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആ ചെക്കൻ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നല്ലതാണെങ്കിൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ മുൻപ്രാർത്ഥരായിരിക്കണം എപ്പോഴും. അതാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം ആ പെണ്ണിൻ്റെ ഇഷ്ടം നോക്കിയിട്ട് എനിക്കൊരുത്തന്നെ ഇഷ്ടമാണ്, ചെക്കനെ നോക്കാണ്ട് അതൊന്നും നടക്കില്ല, ഞങ്ങൾ പറയുന്ന ചെക്കൻ നിങ്ങൾ കെട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ആത്മഹത്യയാണ്. ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഒരുപാട് നാട്ടിൽ നിങ്ങൾക്ക് നേരത്തെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ പ്രശ്നം അല്ലേ? അഖില എന്ന് പറയുന്ന നാട് ദുബൈയിലും അത് ഹസ്ബൻഡിൻ്റെ പീഡനാണ്. അങ്ങനെ തുടങ്ങിയ കേരളത്തിൽ തന്നെ ഒരുപാട് ചരിത്രമുണ്ട്. ആ പെണ്ണിനെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്ത് ജീവിക്കുന്ന നമ്മളെല്ലാം. ഇതിൽക്കൊരു പരിഹാരം ഗവൺമെൻറ് കൊണ്ടുവന്നേ പറ്റൂ അല്ലേ? പറ്റും. പെണ്ണുങ്ങൾക്ക് ഒരു മുൻഗണന കൊടുക്കണം. ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ അധികാരികൾക്ക് കംപ്ലൈൻ്റ് ആക്കുന്ന രീതിയിൽ, ഫോൺ നമ്പറിൽ കംപ്ലൈൻ്റ് ആക്കുന്ന രീതിയിൽ ഈ ഒരു സംവിധാനം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളെ ജീവം ഇല്ലാതാകും. സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ പോലത്തെ മനസ്സല്ല. മനസ്സ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന മനസ്സാണ്, ബേജാറാവുന്ന മനസ്സാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ധൈര്യം അവർക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ഒരുപാട് വീട്ടുകാരെ കാരണം ഒരുപാട് പെണ്ണുങ്ങളാണ് സൂയിസൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഗവൺമെൻറ് അതിനെ ഇല്ലാതാക്കുന്ന, അതായത് നല്ല ശിക്ഷ കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കൂല. ഹസ്ബൻഡുമാർക്ക് ഇങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല ശിക്ഷ കൊടുത്താൽ മുൻ തലമുറയിൽ വരുന്ന ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞു. പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് ഏതൊരു പെണ്ണിനെ കെട്ടിച്ചേക്കാണ്ടിരിക്കുക രക്ഷിതാക്കളോടാണ്. ഇത്ര പൈസ കിട്ടും, അവന് സെറ്റിലാണ് എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന്റെ ഇഷ്ടം നോക്കണം. പെണ്ണിനെ നിങ്ങൾ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഇപ്പോൾ കൂടുതൽ മാതാപിതാക്കളുടെയും ഇതെന്ന് പറയുന്നത് പെണ്ണിനെ കെട്ടിച്ച് കഴിഞ്ഞാൽ അവരുടെ ബാധ്യത കഴിഞ്ഞു. അങ്ങനെയല്ല, പിന്നെ വലിയ കാറ് കണ്ടിട്ടും പുര കണ്ടിട്ടും കെട്ടിച്ചു എന്ത് കണ്ടിട്ടും കൊടുക്കാൻ പാടില്ല. അതായത് പെണ്ണിനെ കെട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത കഴിയുന്നില്ല. പെണ്ണിനെ കെട്ടിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ അന്വേഷിക്കാം.
പോയൊന്ന് അന്വേഷിച്ച് നോക്കാം പെണ്ണിപ്പോൾ എങ്ങനെയുണ്ട്, ആ പെണ്ണിന്റെ സ്ഥിതി എന്താണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങളുടെ മക്കൾ ആവാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ചെക്കൻ എങ്ങനെയാണ് എന്താണ് പണം കണ്ടതിന് ശേഷം ഒരിക്കലും നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. പണത്തെ സ്നേഹിക്കല്ലേ, മനുഷ്യന്മാരെ സ്നേഹിക്കുക. പണത്തെ സ്നേഹിച്ചാൽ ഇതുപോലെ സംഭവിക്കും. ഒരുപാട് രക്ഷിതാക്കളെ ഫോൾട്ടാണ്. നല്ല പണമുള്ള അല്ലെങ്കിൽ നല്ല കാറുള്ള നല്ല ബസ്സുള്ള അല്ലെങ്കിൽ വലിയ ലോറിയുള്ള വീട്ടിലേക്കല്ലോ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത്. എന്തിന്? എന്തെങ്കിലും അന്വേഷിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ചെക്കനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ പണമുണ്ട്, ഓക്കെ സെറ്റിൽ കെട്ടിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. അത് ഇല്ലാതാകണം. അതിനെ ഇല്ലാതായാൽ തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക്, ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് അതായത് മനസ്സ് കട്ടിയുണ്ടാവും. എന്തെങ്കിലും ഒരു ശിക്ഷ വന്നാൽ അതിലേക്കുള്ള അല്ലേ, അല്ലെങ്കിൽ ആത്മഹത്യ അധികരിക്കൂല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു അന്യൻ എന്ന് പറയുന്ന ഒരു മകന്റെ സ്ഥാനത്ത് നിങ്ങൾ നമ്മളെ കണ്ടാൽ മതി. രക്ഷിതാക്കളോട് മാത്രമല്ല, ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഹസ്ബൻഡുമാരോട് എനിക്ക് പറയാനുള്ളത്, പെണ്ണിന്റെ വീട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു പെണ്ണിന്റെ വീട് എവിടെയാണ്? ഒരു കാലം കഴിയുമ്പോൾ, അതായത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ആ പെണ്ണിന് ഒരു 18 വയസ്സാവുന്നത് വരെ അവളോട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഈ വീട്ടിലെ പെണ്ണല്ല, നീ വേറൊരു വീട്ടിലെ കല്യാണം കഴിഞ്ഞ് പോകേണ്ട പെണ്ണാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അതേ സ്ഥിതി ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത്, നീ ഈ വീട്ടിലെ പെണ്ണല്ല, നീ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ പെണ്ണിന്റെ വീട് എവിടെയാണ് ശരിക്കും? പെണ്ണിന്റെ വീട് എന്ന് പറയുന്നത് ഒരു ആണിന്റെ ഹൃദയത്തിലാണ്. ആ പെണ്ണ് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന, ആ പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ആ ചെക്കന്റെ ഹൃദയത്തിലാണ് ഈ പെണ്ണിന്റെ വീട്. അപ്പോ ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരോടും കല്യാണം കഴിച്ച ഹസ്ബൻഡുമാരോട് പറയാനുള്ളത്, നിങ്ങൾ സ്നേഹിക്കുക. അതായത് നിങ്ങൾ കല്യാണം കഴിച്ച പെണ്ണിനെ പൊന്നുപോലെ നോക്കാം, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. പെണ്ണിനെ എന്തിനായി കൊലക്ക് കൊടുക്കുന്നത് അല്ലെ പെൺകുട്ടികളെ? അത് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക.